എന്നാൽ പെട്ടെന്ന് തന്നെ അഗ്നി ഇരു കൈകളാൽ അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി ലൈറ്റ് അണച്ചു. ദക്ഷയുടെ ശ്വാസഗതി ഉയർന്നു. ആ ഇരുട്ട് മുറിയിൽ AC-യുടെ തണുപ്പിലും അവൾ വെട്ടിവിയർത്തു. പേടികൊണ്ട് ശരീരം തളരുന്ന പോലെ. അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ മുഖത്ത് പതിച്ചതും അവൾ വിറച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. മരിച്ചു പോയെങ്കിൽ എന്ന് കൊതിച്ചുപോയി അവൾ ആ നിമിഷം. മഹാവ്യാധി പിടിപെട്ടതുപോലെ മനസ്സും ശരീരവും തളർന്നു പോകുന്നു. സ്വപ്നങ്ങൾ കരിഞ്ഞു തുടങ്ങുന്നു എന്ന് അവൾക്ക് തോന്നി. തൻ്റെ ഭർത്താവാണ് താലിയുടെ ഉടമ. പക്ഷേ അംഗീകരിക്കാൻ വയ്യ. പ്രണയം കൊണ്ടും പരസ്പര വിശ്വാസം കൊണ്ടും കെട്ടിപ്പടുക്കേണ്ട ജീവിതം വെറും കാമം കൊണ്ട് ഇല്ല, അംഗീകരിക്കാനാവില്ല തനിക്ക്. അസഹ്യമായ വേദന ഹൃദയത്തിൽ നിറഞ്ഞു. ഉള്ളിലെ ആത്മീയ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും കൂടി. ഇല്ല, താലി കെട്ടിയവന് മുൻപിലായാൽ പോലും എൻ്റെ അഭിമാനം പണയാൻ വെക്കാൻ എനിക്ക് പറ്റില്ല. തോൽക്കാൻ മനസ്സില്ല. അവൻ അവളുടെ ഭയം നിഴലിക്കുന്ന കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ഒരു വേള അവൻ്റെ ഹൃദയത്തിൽ നീറ്റലുണ്ടാക്കിയതും പിടിവിട്ടു. എനിക്ക് പറ്റുന്നില്ല, പ്ലീസ്. അവൾ കണ്ണീരോടെ കെഞ്ചിയതും അഗ്നി അവളുടെ മുകളിൽ നിന്നും മാറി. ഓഫീസ് റൂമിൽ കയറി വാതിൽ കൊട്ടിയടച്ചു. അവൾ കിടന്ന കിടപ്പിൽ തന്നെ നിയന്ത്രണം വിട്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. എന്തിനാണ് ദേവി ഇനിയും പരീക്ഷിക്കുന്നത്? എന്നെ സ്വന്തമെന്ന് കരുതാനും ചേർത്ത് പിടിക്കാനും ഒരാളെയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ജീവിതത്തിൽ ഇനിയും ഒറ്റപ്പെടാതെ താങ്ങായി തണലായി കൂടെയുണ്ടാവാൻ ഒരു കൂട്ട്. അവൻ പറഞ്ഞ ഓരോ വാക്കും കൂരമ്പ് പോലെ അവളിൽ ആഴ്ന്നിറങ്ങി മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. സാരിയുടെ മുന്തണയിൽ പിടിച്ചു അവൾ നിവർന്നിരുന്നു. നിലാവിൻ്റെ ശോഭയിൽ കുളിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി മൗനമായി അവളുടെ ദുഃഖങ്ങൾ ഇറക്കി വെച്ചു. ഇനിയും ഒറ്റപ്പെടലിൻ്റെ നീറ്റലിൽ കഴിയാനാണ് വിധിയെന്ന് സ്വയം എഴുതിക്കൊണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ദക്ഷ എണീറ്റ് കുളിച്ചു വിളക്ക് വെച്ചു. സുഭദ്രയുടെ കൂടെ അടുക്കളയിൽ സഹായിച്ചു. ഇത്രയും നാളും അന്യമായിരുന്ന അമ്മ എന്ന സത്യം അറിയുകയായിരുന്നു അവൾ. ആ സ്നേഹവും ലാളനയും കരുതലും അനുഭവിക്കുമ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു വരുന്ന മിഴികളെ അവൾ ശാസനയോടെ പിടിച്ചു നിർത്തും. അവളുടെ എല്ലാ ദുഃഖങ്ങൾക്കും മരുന്നായി സുഭദ്ര എന്നും ഉണ്ടാവുമെന്ന് അവൾ ആ 2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു. അവൾ അഗ്നിക്കായി സുഭദ്ര കൊടുത്തുവിട്ട കാപ്പിയും ആയി മടിച്ചു റൂമിലെത്തി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ ഭയം എങ്ങോ പോയി മറഞ്ഞു. അവൾ ഡ്രസ്സിംഗ് റൂമിൽ കയറി അഗ്നിക്കിടാനായി നേവി ബ്ലൂ കളർ ഫോർമൽസും മറ്റും എടുത്തു വെച്ചു. വാലറ്റ്, വാച്ച്, കർച്ചീഫ്, മൊബൈൽ ഫോൺ, ലാപ്പ് എല്ലാം സൈഡിലായി എടുത്തു വെച്ചു താഴേക്ക് പോയി. അന്ന് മുഴുവൻ അവൾ അവൻ്റെ കണ്ണിൽപ്പെടാതെ നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് വന്ന അഗ്നിയെ അവൾ അടുക്കളയിൽ മറിഞ്ഞു നിന്ന് പ്രതീക്ഷയോടെ നോക്കി. എന്നാൽ ബ്ലാക്ക് ഫോർമൽസിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അവനെ കണ്ടതും അവളുടെ മുഖം മങ്ങി. അവൻ അവളെക്കുറിച്ചൊരു വാക്കുപോലും സുഭദ്രയോട് ചോദിച്ചില്ല. മകനെ ഓഫീസ് വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ അവരുടെ ഇടയിലെ അകൽച്ച ആ അമ്മയ്ക്കും മനസ്സിലായി. ഇതൊക്കെ ദക്ഷ പ്രതീക്ഷിച്ചതാണ്. എങ്കിൽ തന്നെയും ആ ഇളം കാപ്പിക്കണ്ണുകൾ തന്നെ ഒന്ന് തേടിയിരുന്നെങ്കിൽ എന്നവൾ അതിയായി ആഗ്രഹിച്ചു. ഇറങ്ങാൻ നേരം അഗ്നി സുഭദ്രയോട് മാത്രം യാത്ര പറഞ്ഞു. അവളെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ പുറത്തേക്ക് പോയി. അവൻ്റെ പോക്ക് നോക്കി ദക്ഷ അവിടെ തളർന്നിരുന്നു. ഒരു സഹജീവിയോട് കാണിക്കുന്ന പരിഗണന പോലും അവനിൽ നിന്നും ലഭിക്കില്ല എന്ന സത്യം ഉൾക്കൊള്ളുകയായിരുന്നു അവൾ. അഗ്നി പോയതിനു ശേഷം സുഭദ്ര ദക്ഷയുമായി ചെറിയ ഷോപ്പിങ്ങിനും മറ്റും ആയി പോയി. ഉച്ചയ്ക്ക് ആഹാരവും വെളിയിൽ നിന്നും കഴിച്ച് ദക്ഷയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഡ്രസ്സും എല്ലാം വാങ്ങിയാണ് അവർ തിരിച്ചെത്തിയത്. അഗ്നിയുടെ ഡ്രീമായിരുന്നു മിസ്റ്റ് എൻ്റർപ്രൈസസ്. വിദേശത്തു നിന്ന് പഠിത്തം പൂർത്തിയാക്കി അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ചേർന്ന സംരംഭമാണിത്. അജയ്, വിവേക്, കൃതിക, മിയ, പല്ലവി ഇവരാണ് അഗ്നിയുടെ ഉറ്റ സുഹൃത്തുക്കൾ. അത്യാവശ്യം നല്ല ഒരു പേര് ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ഓഫീസിൽ വന്നു ഇന്നലെ നടന്ന സംഭവങ്ങൾ വിവരിക്കുകയാണ് അഗ്നി. വാട്ട്, മാര്യേജ്? കൃതിക ദേഷ്യത്തോടെ ഇരുന്നിടത്തു നിന്നും ചാടി എണീറ്റ് ചോദിച്ചു. നോ കൃതി, ഐ ആം ഡാമിങ് സീരിയസ്. ഇത്രയും സംഭവം ഉണ്ടായിട്ട് നീ എന്താ ഇന്നലെ പറയാഞ്ഞത്? എത്രയും വലിയ സംഭവം, നിങ്ങൾക്കറിയില്ല എന്നെ. എനിക്ക് കല്യാണം എന്താണെന്നും അറിയാം. ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ ഗൈസ്. അഗ്നി, നീ കുറച്ചുകൂടി സീരിയസ് ആകണം. അവൾക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. ഇത് കേട്ട് അഗ്നി ചിരിച്ചു. ഇതാണ്, ഇങ്ങനത്തെ ഇമോഷണൽ ഡ്രാമ കളിച്ചാണ് അവൾ എൻ്റെ അമ്മയെ കൺവേഴ്സ് ചെയ്തത്. ബട്ട് നോട്ട് മീ. എന്നാലും ഇങ്ങനത്തെ ഒരു ഓഫനെ മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് കല്യാണം കഴിക്കാൻ. സോ ബാഡ്. മിയ കൃതിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിയ, സ്റ്റോപ്പ് ഇറ്റ്. നിനക്ക് ആ കുട്ടിയെ അറിയുക പോലും ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ അവളെ കുറ്റം പറയുന്നത്? പല്ലവി മിയയോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു. അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? പുളുങ്കൊമ്പ് കാണുമ്പോൾ കയറി പിടിക്കാൻ മിടുക്കുകളാണ് ഇവറ്റകൾ. പണം മാത്രമായിരിക്കും ഇവരുടെയൊക്കെ ലക്ഷ്യം. കൃതി ഒന്ന് പുച്ഛിച്ചു പറഞ്ഞു. എന്തായാലും ഇന്നത്തെ പാർട്ടിക്ക് നീ അവളെ കൂടെ കൊണ്ടുപോവാ. ഞങ്ങൾക്കൊന്ന് വിശദമായി പരിചയപ്പെടാലോ. മിയ കൃതിയെ നോക്കി പറഞ്ഞു. ഓക്കെ ഗൈസ്, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്.
നമ്മുടെ ഇൻവെസ്റ്റേഴ്സൊക്കെ വരുന്നതല്ലേ, ഒരു സാരി വാങ്ങണം അവൾക്ക്. കം അഗ്നി, എനിക്കും ഉണ്ട് ഷോപ്പിംഗ്. അവൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തു തരാം. താങ്ക് ഗോഡ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിനക്കറിയാമല്ലോ, ഇറ്റ്സ് നോട്ട് മൈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഞാനുള്ളപ്പോൾ നീ എന്തിനാ ബോധറാവുന്നത്? നിന്റെ പ്രോബ്ലം സോൾവർ തന്നെ ഞാനല്ലേ. കൃതി അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു നടന്നു. ടെക്സ്റ്റൈൽസിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തു ഇറങ്ങാൻ പോയപ്പോഴാണ് അഗ്നിക്ക് ഒരു കോൾ വന്നത്. ഓ സോറി കൃതി, നീ ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങിയിട്ട് വാ. ഷെനായ് ഗ്രൂപ്പ്സിൽ നിന്നാ കോൾ. ഓ ഷുവർ, യു ക്യാരി ഓൺ, ഞാൻ വാങ്ങിച്ചോളാം. കൃതി അവനെ ഒന്ന് നോക്കി ചിരിച്ചു ഷോപ്പിലേക്ക് പോയി. വൈകുന്നേരം ദക്ഷയും സുഭദ്രയും കൂടി ഉമ്മർത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് അഗ്നിയുടെ കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടത്. ഇന്നെന്താ കണ്ണാ നേരത്തെ? 6 ആവുന്നതല്ലേ ഉള്ളല്ലോ. ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടി ഉണ്ടമ്മ, ദക്ഷയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അത് നന്നായി, ഞാനെങ്കിൽ കൃഷ്ണൻ്റെ ക്ഷേത്രം വരെ പോയിട്ട് വരാം. നിന്റെ കയ്യിൽ സ്പെയർ കീ ഉണ്ടല്ലോ. ശരി അമ്മേ, ഉണ്ട്. അമ്മ പോയിട്ട് വാ. ഇതും പറഞ്ഞ് അവൻ ദക്ഷയുടെ നേരെ തിരിഞ്ഞു. ഇതാ സാരിയാണ്, ഞാനൊന്ന് ഫ്രഷായി വരുമ്പോഴേക്കും റെഡിയായി നിൽക്കണം. 7-ന് അവിടെ എത്തണം. അവൾ അത് വാങ്ങി. ദക്ഷയുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഉള്ളിലൊരു കുളിർമഴ പെയ്ത പോലെ. അവൾ സന്തോഷം കൊണ്ട് സുഭദ്രയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു. റെഡിയാകാനായി ഓടി. അവളുടെ വിടർന്ന മുഖം കണ്ടപ്പോൾ ആ അമ്മ മനസ്സിന് സന്തോഷമായി. പാവം കുട്ടി, ഇനിയെങ്കിലും അതിന് ഇത്തിരി സന്തോഷം കൊടുക്കണേ ദേവി. അവർ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. ദക്ഷ അവരുടെ എതിർവശത്തുള്ള റൂമിലാണ് റെഡിയാകാൻ ആയി കയറിയത്. വേഗം കുളിച്ചു വന്ന് സാരിയും ബ്ലൗസും എടുത്തു നോക്കിയപ്പോൾ ബ്ലാക്കിൽ സിൽവർ ബീഡ്സ് വെച്ച ഡിസൈൻ സാരി ആയിരുന്നു അത്. അവൾ അത് ഉടുക്കാൻ നോക്കിയപ്പോഴാണ് ബ്ലൗസിൻ്റെ ബാക്ക് ഭയങ്കര വൈഡാണ്. പിന്നെ മുടി ഉള്ളതുകൊണ്ട് അത് അഴിച്ചിട എന്ന് ആശ്വസിച്ചു. സാരി എടുത്ത് ഉടുത്തു വന്നപ്പോഴാണ് അവൾ ശരിക്കും ഞെട്ടിയത്. പ്ലീറ്റ് എടുക്കുന്ന ഭാഗം മുതൽ ട്രാൻസ്പെറൻ്റ് ആണ്. നന്നായി ഞൊറിഞ്ഞെടുത്താലും വയറിൻ്റെ ഭാഗവും മറ്റും കാണാം. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൾക്ക് അഗ്നിയോട് ദേഷ്യം തോന്നി. മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ അവന് യാതൊരു മടിയും ഇല്ല എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം അവൾ കേട്ടത്. ഒരുപാട് വട്ടം തട്ടിയിട്ടും അവൾ തുറക്കാൻ മടിച്ചു നിന്നു. ഇങ്ങനെ അവൻ്റെ മുൻപിൽ പോയി നിൽക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ അവൾ അവിടെ തളർന്നിരുന്നു. അഗ്നിയുടെ ക്ഷമ നശിക്കാൻ തുടങ്ങിയിരുന്നു. ഇത്രയും നേരം ഡോറിൽ തട്ടിയിട്ടും അവൾ പ്രതികരിക്കാത്തതിൽ അവന് ദേഷ്യം വന്നു. ദക്ഷ, അവൻ ദേഷ്യത്തിൽ അലറി. 5 മിനിറ്റ് ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യും. നീ വന്ന് കയറിയില്ല എങ്കിൽ ബാക്കി ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ ആയിപ്പോയി ദക്ഷ. എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ഉഴറി. സമയം പോകുന്തോറും അവളെ വിയർക്കാൻ തുടങ്ങി. താഴെ കാർ ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ രണ്ടും കൽപ്പിച്ച് റൂമിൽ നിന്നും ഇറങ്ങി താഴേക്ക് നടന്നു. കാർ തിരിച്ചിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അഗ്നി. അവൾ ഡോർ ലോക്ക് ചെയ്തു നടന്നു. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ ഡോർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് തന്നെ തുറന്നു കൊടുത്തു. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുമന്നു. കഴുത്തിലെ ഞരമ്പ് തെളിഞ്ഞു നിന്നു. കാറിൻ്റെ ഡോറിൻ്റെ അകത്തേക്ക് കയറാതെ ദക്ഷ മറിച്ചു നിന്നു. ഇത്രയും താമസിച്ചത് പോരാ, ഇനി തമ്പുരാട്ടിയെ ആനയിക്കാൻ പരിവാരങ്ങളും വേണോ? കയറടി അകത്ത്. അതൊരു ആക്രോശമായിരുന്നു. ദക്ഷ പേടിച്ച് പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിയിരുന്നു. അവൾ കയറിയതും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കാറ്റ് പോലെ അവൻ വണ്ടിയെടുത്ത് പറന്നു. അവൾ അവനെ ഇത്രയും ദേഷ്യത്തിൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. കാറിൻ്റെ സ്പീഡ് നിമിഷം തോറും കൂടുന്ന പോലെ തോന്നി. പേടിച്ചിട്ട് അവളുടെ ശബ്ദം പോലും വെളിയിൽ വരാത്ത പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുൻപിൽ കാർ നിന്നു. ഹോട്ടൽ ജീവനക്കാരൻ വന്ന് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അഗ്നി ഡോർ വലിച്ചു അടച്ചു ഇറങ്ങിപ്പോയി. ആ കാറ്റ് പോലുള്ള പോക്കിൽ തന്നെ അവൻ്റെ ദേഷ്യം അവൾ ഊഹിച്ചു. ഒന്നും മടിച്ചിരുന്നുവെങ്കിലും ദക്ഷ രണ്ടും കൽപ്പിച്ച് കാറിൽ നിന്നും ഇറങ്ങി. ഒന്ന് തല പോലും ഉയർത്തി നോക്കാതെ അവൾ അഗ്നിയുടെ പുറകെ നടന്നു. മനസ്സ് മരവിച്ചു പോയിരുന്നു. പ്രതീക്ഷയും അസ്തമിച്ചു. ഇവിടെ ഇനി തന്നെ തേടിയിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് നേരിടാനായി തന്നെ അവൾ മനസ്സുകൊണ്ട് ഒരുങ്ങി. ഔട്ട്ഡോർ പാർട്ടി ആയിരുന്നു അത്. വൈറ്റ് ട്യൂബ്സ് കൊണ്ടുള്ള ഡെക്കറേഷനും ലൈറ്റ്സുമാണ് എടുത്തു നിൽക്കുന്നത്. റൗണ്ട് ടേബിളിൽ വൈറ്റ് വീരി ബട്ടർഫ്ലൈ ഷേപ്പിൽ ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒത്ത നടുക്കായി ഒരു വാട്ടർ ഫൗണ്ടൻ. അതിന് നടുവിലായി ബ്ലൂ നിറത്തിൽ ഐസ് വെച്ച് പനിനീർ പുഷ്പം കൊത്തിവെച്ചിരിക്കുന്നു. അതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ്. അന്തരീക്ഷത്തിനെ തളരിതമാക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും. ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ദക്ഷ. ചുറ്റിനും ഹൈ സൊസൈറ്റി പാർട്ടികളെ ഓർമ്മപ്പെടുത്തിക്കുന്ന തരത്തിൽ പ്രായഭേദമന്യേ മോഡേൺ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ. മിക്കവരുടെയും ഒരു കയ്യിൽ ഫോണും മറുകൈയിൽ ഡ്രിങ്ക്സും സ്ഥാനം പിടിച്ചിരുന്നു.
ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണം കണ്ടപ്പോൾ തന്നെ അഗ്നി എന്തിന് തനിക്ക് ഈ സാരി സമ്മാനിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. പലരുടെയും കഴുകൻ കണ്ണുകൾ തൻ്റെ ശരീരം കൊത്തിക്കീറുന്നത് ഒരു അസ്വസ്ഥതയോടെ അവൾ അറിഞ്ഞു. അവൾക്ക് അവനോട് പുച്ഛം തോന്നി. സ്വന്തം ഭാര്യയുടെ മാനം കാക്കേണ്ട പുരുഷൻ മറ്റുള്ളവരുടെയും മുമ്പിൽ നോക്കി രസിക്കാനായി നിർത്തിയിരിക്കുന്നു. അല്ലെങ്കിലും അയാൾക്ക് ഞാൻ വെറും ശരീരമാണല്ലോ, എൻ്റെ മനസ്സ് കാണാനോ എന്നെ അംഗീകരിക്കാനോ ഒരിക്കലും സാധിക്കില്ല എന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും വിഡ്ഢിവേഷം കെട്ടി ഇങ്ങനെ ജീവിക്കാനാണ് എൻ്റെ വിധി. അഗ്നി മുൻപോട്ട് നടക്കുമ്പോഴാണ് ചുറ്റിനും ഉള്ള പുരുഷന്മാർ തൻ്റെ സൈഡിലേക്ക് കണ്ണുമിഴിച്ച് നോക്കുന്നത് ശ്രദ്ധിച്ചത്. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ തൻ്റെ സൈഡിലേക്ക് അവൻ നോക്കി. അപ്പോഴാണ് അവൻ ദക്ഷയെ ശ്രദ്ധിച്ചത്. ആ കറുത്ത സാരിയിൽ എത്ര മറച്ചിട്ടും അവളുടെ വെണ്ണ തോൽക്കുന്ന ഉടൽ ഭംഗിയും ശില്പി കൊത്തിവെച്ച പോലെയുള്ള അങ്കലാവണ്യവും എടുത്തു കാണുന്നുണ്ടായിരുന്നു. സാരിയുടെ മുന്താണിയിൽ കൈകൊരുത്ത് വലിച്ചു തല ഉയർത്താതെയാണ് നടക്കുന്നത്. മുഖം വിളറി വെളുത്തി ഇരിക്കുന്നു. പെട്ടെന്ന് അഗ്നി അവളിൽ നിന്നും നോട്ടം മാറ്റി. അത്രയും നേരത്തെ അവൻ്റെ ദേഷ്യവും വാശിയും എങ്ങോ പോയി മറിഞ്ഞിരുന്നു. ചുറ്റിനും ഉള്ളവരുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലാണെന്ന് കണ്ടതും അവന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നടന്നു കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി. നടക്കുന്തോറും കയ്യിലെ പിടി മുറുകി വരുന്നത് അവൾ അറിഞ്ഞു. വേദന തോന്നിയെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ ഒരു പാവയെ പോലെ അവൾ നടന്നു. ഇത് കണ്ട് കൃതിയും മീയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അഗ്നി ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് അവളെ കൊണ്ട് നിർത്തി, കയ്യിലെ പിടിവിടാതെ തന്നെ. അപ്പോഴും തല ഉയർത്താതെ നിൽക്കുന്ന അവളെ ഒന്ന് നോക്കി അവൻ ചോദിച്ചു, എന്താ ഇത്? എന്താ നീ ഉടുത്തു വച്ചേക്കുന്നത്? എന്താടി, നാവിറങ്ങിപ്പോയോ നിന്റെ? ഒന്നും പറയാനില്ലേ നിനക്ക്? എന്താ ഇതെന്ന് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദക്ഷയെ നോക്കി അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അവൾ ശരിക്കും ഭയന്നു പോയിരുന്നു. എന്തു പറയണമെന്ന് പോലും അറിയാത്ത അവസ്ഥ. അത് സാരി ദേവേട്ടൻ വാങ്ങിയതല്ലേ? ദക്ഷ ഒരു വിധത്തിൽ അത്രയും പറഞ്ഞൊപ്പിച്ചു. ഞാൻ വാങ്ങിയെങ്കിലും ഉടുക്കുന്ന നിനക്കല്ലേ അറിയുന്നേ. നിനക്ക് ഉടുക്കാൻ കംഫോർട്ടബിൾ അല്ലായിരുന്നുവെങ്കിൽ നീ എന്തിനാ ഉടുത്തത്? വാ തുറന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? ഇതിപ്പോൾ ഇത്രയും പേരുടെ മുൻപിൽ ഇങ്ങനെ നിനക്ക് നാണവും മനവും ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ തന്നെ എവിടെ എങ്ങനെ ജീവിച്ചതാണെന്ന് ആർക്കറിയാം? അഗ്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേഷ്യത്തിൽ നിൽക്കുന്ന പവിയെയാണ് കണ്ടത്. പവി ദക്ഷയെ പൊതിഞ്ഞു പിടിച്ചു. ദക്ഷയുടെ നിറഞ്ഞു തുളുമ്പുന്ന മിഴികൾ കണ്ടപ്പോഴാണ് അഗ്നിക്ക് താൻ എന്താ പറഞ്ഞതെന്നുള്ള ബോധം വന്നത്. പിന്നെ ഒന്നുകൂടി അവളുടെ തുളുമ്പി ഒഴുകുന്ന മിഴികളിലേക്ക് നോക്കാനാവാതെ അവൻ മുഖം തിരിച്ചു. താൻ വാ, നമുക്ക് ഈ ഡ്രസ്സ് ആദ്യം മാറ്റാം. പവി അഗ്നിയെ ദേഷ്യത്തോടെ നോക്കി അവളെ ഒരു കൈയാൽ പിടിച്ച് സൈഡ് ഡോറിൽ കൂടെ ഉള്ളിലേക്ക് കയറി. പവി അവളെ ഒരു കുഞ്ഞിനെ എന്ന പോലെ ചേർത്ത് പിടിച്ചു. അവൾക്കായി ബുക്ക് ചെയ്ത റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. കരഞ്ഞു കലങ്ങിയ ദക്ഷയുടെ മിഴികളെ തുടച്ചുകൊണ്ട് പവി ഒരു സാരി എടുത്തു കൊടുത്തു. ഇനി കരയണ്ട, എനിക്കായി വാങ്ങിയ സാരിയാ. പിന്നെ ഗൗൺ ഇടാമെന്ന് വിചാരിച്ചു പ്ലാൻ മാറ്റി. അതെന്തായാലും നന്നായി. ഒന്ന് മുഖമൊക്കെ കഴുകി ഇത് കൊടുത്തു വാ, ഞാൻ വെളിയിലുണ്ടാവും. ദക്ഷയ്ക്ക് പവിയുടെ സാമീപ്യം ഭയങ്കര ആശ്വാസമായി തോന്നി. അവൾ ഒരു മങ്ങിയ ചിരി നൽകി. ബാത്റൂമിലേക്ക് കയറി. കണ്ണാടിയിൽ സ്വന്തം പ്രതിരൂപം കണ്ടതും അഗ്നി പറഞ്ഞ ഓരോ വാക്കും അവളുടെ ചെവിയിൽ പ്രതിധ്വനിച്ചു. ദേവേട്ടൻ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അത്രയും തരം താഴ്ന്നവളാണെന്ന് എങ്ങനെ പറയാൻ തോന്നി? ആ കൈകൊണ്ട് കെട്ടിയ താലിയല്ലേ എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്? ആ വാക്കുകൾ ഓർക്കും തോറും നെഞ്ചിൽ നിന്നും ഓരോ അഗ്നികുണ്ഡം മുകളിലേക്ക് വരുന്നത് പോലെ തോന്നി. അത് കരച്ചിലായും സങ്കടക്കണ്ണീരായും അണപൊട്ടി ഒഴുകി. എന്നാൽ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ ചിന്തകളെ തണുപ്പിക്കാൻ ആ കണ്ണുനീർ തുള്ളികൾക്കും ആവുന്നില്ലായിരുന്നു. പവി വെളിയിലേക്ക് ഇറങ്ങി ഒറ്റയ്ക്ക് നിൽക്കുന്ന അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു. എന്നു മുതലാണ് അമ്പാട്ട് വിട്ടൊരു സുഭദ്ര ടീച്ചറിൻ്റെ പുത്രൻ അഗ്നിദേവ് ഇത്രയും പുരോഗമിച്ചത്? ഇത് വാങ്ങാനായിരുന്നോ നീ നേരത്തെ ഷോപ്പിങ്ങിന് പോയത്? പവി പുച്ഛത്തോടെ അവനോട് പറഞ്ഞു. പവി പ്ലീസ്, നോ അഗ്നി, ലെറ്റ് മീ കംപ്ലീറ്റ് ഫസ്റ്റ്. നിനക്ക് ആ പാവത്തിനോട് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് നിങ്ങൾ മാത്രം ഉള്ളപ്പോൾ വേണമായിരുന്നു കാണിക്കാൻ. ഇതുപോലെ ഒന്ന് ആ പാവത്തിനോട് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? എന്നിട്ടും എന്തൊക്കെയാണ് നീ ഇപ്പോൾ അതിനെ പറഞ്ഞത്? ഒന്നും മിണ്ടാതെ ആ കുട്ടി എല്ലാം കേട്ടതല്ലേ ഉള്ളൂ. നിനക്ക് എങ്ങനെ മാറാൻ പറ്റിയ അഗ്നി? കൃതിയും മീയയും ഇത്തിരി എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിക്കുമ്പോൾ അവരെ തിരുത്തിയിരുന്ന ഒരു അഗ്നി ഉണ്ടായിരുന്നു. ബട്ട് യു ക്രോസ് ദ ലിമിറ്റ് ടുഡേ. പവി പ്ലീസ് ട്രസ്റ്റ് മീ. ഞാൻ ഇപ്പോഴാണ് അവളെ കാണുന്നത്. സാരി കൃതിയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെയൊക്കെ അവളെ എല്ലാവരും നോക്കുന്നത് കണ്ടപ്പോൾ എന്തോ അങ്ങനെ വായിൽ വന്നുപോയി. വൗ അഗ്നി, അവൾ നിന്റെ ഭാര്യയാണ്. ഒരുമിച്ച് ഇത്രയും നേരം കൂടെ ഉണ്ടായിട്ട് നീ അവളെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈസ് ഹാർഡ് ടു ബിലീവ്. ബട്ട് ഇനിയെങ്കിലും നീ ഒന്ന് മാറ്. ഏതൊരാളുടെ ജീവിതത്തിലും അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഭൂതകാലം ഉണ്ടാവും. അതിനെ അതിജീവിക്കുകയാണ് വേണ്ടത്.
അത് നിന്നെ ബാധിക്കുന്നില്ല എന്ന് വരുത്തി തീർത്തു നിന്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം നീ ആ ഓർമ്മകളാൽ മറച്ചു വച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും അവയിൽ നിന്ന് വെളിയിൽ വന്ന് നീ ഒന്ന് ജീവിക്ക്. ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന ഈ മുഖംമൂടി ഒന്ന് മാറ്റി കണ്ണു തുറന്ന് നീ ആ കുട്ടിയൊന്ന് നോക്ക് അഗ്നി. ഒരുപക്ഷെ നീയായിട്ട് കണ്ടുപിടിച്ചാൽ പോലും ഇത്രയും നല്ല ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടില്ലായിരുന്നു. നീ നന്നായി ഒന്ന് ആലോചിക്കുക. നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അത്രയും പറഞ്ഞ് പവി അവൻ്റെ തോളിൽ നിന്ന് തട്ടി ദക്ഷയുടെ അടുത്തേക്ക് പോയി. അപ്പോഴും അഗ്നി വേറൊരു ലോകത്തായിരുന്നു. ദക്ഷയെ അങ്ങനെ കണ്ടപ്പോൾ ഉള്ളിൽ തോന്നിയ വികാരം അവന് പുതിയതായിരുന്നു. മറ്റുള്ളവർ അവളെ തെറ്റായ രീതിയിൽ നോക്കുന്നത് കണ്ടപ്പോൾ അവനിലുണ്ടായ അസ്വസ്ഥതയുടെ കാരണം തേടുകയായിരുന്നു അവൻ്റെ മനസ്സപ്പോൾ.